ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 1 തൊഴിലാളികളുടെ ദിനം. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണിത്. ഈ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യൗസേപ്പിതാവ് പണി തീർത്ത ഒരു അത്ഭുത ഗോവണിയെക്കുറിച്ചാണ്. നിങ്ങളിതേക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങളിതൊന്ന് കേട്ടു നോക്കണം. അവിശ്വസനീയമായ രീതിയിൽ ഞാൻ കേട്ടിരുന്നു പോയ ഒരു കഥയാണിത്. വർഷങ്ങളായി അമേരിക്കയിൽ താമസിച്ചു വരുന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം. അവിടുത്തെ ചേച്ചിയാണ് എന്നോട് ഈ കഥ പറഞ്ഞു തന്നത്. യൗസേപ്പിതാവ് നേരിട്ട് വന്ന് പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഗോവണി കാണാനായിട്ട് ചേച്ചി അവിടെ പോയിട്ടുണ്ട്. ആ പള്ളിയിൽ യൗസേപ്പിതാവിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ പറ്റിയതിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ കഥയുമൊക്കെ എന്നെ ഒരിക്കൽ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അതിശയത്തോടെയാണ് ഞാനത് കേട്ടിരുന്നു പോയത്. യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യത്തിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് അവരുടെ. വീടില്ലാത്തവരും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരും കടബാധ്യതയുള്ളവരും ഭവനത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നവരും പകുതിയിൽ വെച്ച് പണി പൂർത്തിയാക്കാൻ പറ്റാതെ പോയവരും നല്ലൊരു ജീവിത പങ്കാളിക്കായിട്ട് ആഗ്രഹിക്കുന്നവരും ജോലിയില്ലാത്തവരും ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമൊക്കെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി ഇന്നേ ദിനം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കൂ. ഈശോയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി വിശുദ്ധ യൗസേപ്പിതാവ് പണി തീർത്ത അത്ഭുത ഗോവണിയുടെ കഥ നമുക്കൊന്ന് കേൾക്കാം. മെക്സിക്കോയിൽ സാന്റാഫെ എന്ന് പറയുന്ന സ്ഥലത്ത് ലൊറേറ്റോ സിസ്റ്റേഴ്സിൻ്റെ ഒരു ചാപ്പലുണ്ട്. 1873-78 കാലഘട്ടത്തിൽ പണിതതാണ് ആ ചാപ്പൽ. വളരെ മനോഹരമായൊരു പള്ളി. പക്ഷേ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. തറയിൽ നിന്ന് 22 അടി ഉയരമുള്ള ബാൽക്കണിയിലേക്ക് കയറാൻ പള്ളിക്കകത്ത് നിന്ന് ഒരു സ്റ്റെയർകേഴ്സ് പണിതിട്ടില്ലെന്ന്. പുറത്തുനിന്ന് മാത്രമേ അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. സിസ്റ്റേഴ്സ് ആകെ വിഷമത്തിലായി. പല എഞ്ചിനീയർമാരെയും സമീപിച്ചു. അവരെല്ലാം പറഞ്ഞു സ്റ്റെയർകേഴ്സ് പണിയാനുള്ള സ്ഥലം പള്ളിക്കകത്തില്ല. പ്രത്യേകിച്ചും അത്രയും ഉയരത്തിലെത്തണമെങ്കിൽ കുത്തനെ പണിയുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് വിശുദ്ധൻ ഇതിനൊരു പോംവഴി കാണിച്ചു തരുമെന്ന വിശ്വാസത്താൽ 9 ദിവസത്തെ നൊവേന ആരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, നൊവേന അവസാനിച്ചതിൻ്റെ പിറ്റേ ദിവസം എവിടെയോ നിന്ന് ഒരു കാർപ്പൻ്റർ ആ മഠത്തിലെത്തി. ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് അയാൾ വന്നത്. എന്തെങ്കിലും മരപ്പണി മഠത്തിലുണ്ടോ എന്നറിയാനാണ് അയാൾ അവിടെ എത്തിയത്. അപ്പോൾ സിസ്റ്റേഴ്സ് തങ്ങളുടെ വിഷമം പറഞ്ഞു. മുകളിലേക്ക് പോകാൻ ഒരു ഗോവണി വേണമായിരുന്നു. പക്ഷേ അത് എങ്ങനെ പണിയും? അയാൾ പറഞ്ഞു, നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട, ഇവിടെ ഒരു ഗോവണി പണിയുവാൻ എനിക്ക് സാധിക്കും. അയാളുടെ ആത്മവിശ്വാസം കണ്ട് സിസ്റ്റേഴ്സിന് ആശ്ചര്യമായി. ഏതാണ്ട് 8 മാസങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു പിരിയൻ ഗോവണി, അതായത് സ്പൈറൽ സ്റ്റെയർകേഴ്സ് അദ്ദേഹം പണിതു. പണിയെല്ലാം പൂർത്തിയായ ദിവസം ആരോടും ഒന്നും പറയാതെ, ഒരു പ്രതിഫലവും പറ്റാതെ ആ കാർപ്പൻ്റർ സ്ഥലം വിട്ടു. സിസ്റ്റേഴ്സ് അയാളെ അന്വേഷിച്ചിട്ട് എങ്ങും കണ്ടെത്താനായില്ല. വിശുദ്ധ യൗസേപ്പിതാവ് തന്നെയാണ് ആ കാർപ്പൻ്റർ എന്ന് അപ്പോൾ അവർക്ക് വിശ്വാസമായി. അദ്ദേഹം പണിത ആ ഗോവണി ഏറ്റവും മനോഹരമാണ്. മാത്രമല്ല എഞ്ചിനീയറിംഗ് വിദഗ്ധർക്ക് ഇപ്പോഴും ഒരു അത്ഭുതവുമാണ്. സെൻറ്റർ സപ്പോർട്ട് ഒന്നുമില്ലാതെയാണ് ഗോവണി പണിതിരിക്കുന്നത്. സാധാരണ സ്പൈറൽ സ്റ്റെയർകേഴ്സ് പണിയുമ്പോൾ നടുക്കായി ഒരു തൂണുണ്ടായിരിക്കും. ഈ ഗോവണിക്ക് അങ്ങനെയൊന്നുമില്ല. 360 ഡിഗ്രി തിരിയുന്ന ആ ഗോവണി ഉണ്ടാക്കുവാൻ ആണികളോ സ്ക്രൂവോ പശയോ ഉപയോഗിച്ചിട്ടില്ല. ഭാരം മുഴുവനും താഴെയാണ്. ഗ്രാവിറ്റി നിയമപ്രകാരം അതിൽ ആരെങ്കിലും കയറിയാൽ താഴോട്ട് പോരേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ 100 വർഷങ്ങളായിട്ടും അത് സിസ്റ്റേഴ്സ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അത്ഭുതം. ഈ ഗോവണിക്ക് ഉപയോഗിച്ചിരിക്കുന്ന മരപ്പലകകൾ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നതും അത്ഭുതമാണ്. കാരണം അത്തരത്തിലുള്ള മരങ്ങളൊന്നും അവിടെ അടുത്തെങ്ങുമില്ല. സ്റ്റെയർകേഴ്സിന് ആകെ 33 പടികളാണുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതകാലമായിരുന്നല്ലോ 33 വർഷങ്ങൾ.
ധാരാളം തീർത്ഥാടകർ ഇവിടെ വന്ന് ഈ ഗോവണിയെ അത്ഭുതത്തോടെ നോക്കി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇൻ്റർനെറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റെയർകേസിൻ്റെ ചിത്രവും ചരിത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യത്താൽ എത്ര അത്ഭുതങ്ങളാണ് ലോകമെമ്പാടും ഇന്ന് നടക്കുന്നത്. പല ദേവാലയങ്ങളുടെയും ആശ്രമങ്ങളുടെയും കോൺവെൻറ്റുകളുടെയും സ്കൂളുകളുടെയും ആശുപത്രികളുടെയും ഓർഫനേജുകളുടെയും പണികൾ പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുള്ളത് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യത്താലാണെന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ബംഗളൂരുവിലുള്ള മനോഹരമായ ഹോളി ഗോസ്റ്റ് ചർച്ചും അതിനോടനുബന്ധിച്ചുള്ള വലിയ സെമിനാരിയും റെഡംറ്ററിസ്റ്റ് വൈദികർ 1950കളിൽ പണിതത് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യത്താലാണ്. 65 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ കെട്ടിടത്തിൻ്റെ ശില്പമാധുര്യം വർണ്ണനാതീതമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും കരങ്ങളെയും അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ തിരിക്കുന്നു. അപകടങ്ങളിൽ നിന്ന് ഉണ്ണീശോയെയും മാതാവിനെയും കാത്തുപരിപാലിച്ച വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളെയും ശത്രുക്കളുടെ കരങ്ങളിൽ അകപ്പെടാതെ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും വരങ്ങളും നഷ്ടപ്പെടാതെ അവ ദൈവ തിരുമനസ്സിന് അനുസൃതമായി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തൊഴിൽ ചെയ്യുവാനുള്ള മനസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് തരണമേ. നീതിമാനായ യൗസേപ്പിതാവേ, പാപത്തെയും അനീതിയെയും ചെറുക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും യഥാസമയം പൂർത്തിയാക്കുവാനുള്ള വരവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.